ഇതാണ് കൗരവർക്കെതിരെ യുദ്ധവിജയം കരസ്ഥമാക്കുന്നതിനായി മുനിവര്യന്മാരുടെ ഉപദേശപ്രകാരം അർജുനൻ സാക്ഷാൽ പരമശിവനെ തപസ് ചെയ്തു. പാശുപതാസ്ത്രമാണ് അർജുനന്റെ ലക്ഷ്യം. പക്ഷേ തന്റെ ദേവലോകം കരസ്ഥമാക്കുന്നതിനാണ് എന്ന് ദേവേന്ദ്രൻ തെറ്റിദ്ധരിക്കുകയും ദേവസ്ത്രീകളെ പറഞ്ഞയച്ച് അർജുനന്റെ തപസ് മുടക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പരാജയപ്പെട്ട് തിരിച്ചു പോരുന്നു ദേവസ്ത്രീകൾ. ഈ അവസരത്തില് അർജുനന്റെ കഠിനമായ തപോവിവരം അറിയുന്ന ദുര്യോധനാദികൾ മൂകാസുരനെ ഒരു പന്നി വേഷധാരിയായി അർജുനനെ കൊല്ലുവാനായി പറഞ്ഞയക്കുന്നു. അർജുനന്റെ കഠിനമായ തപസ്സിൽ ത്രിഭുവനങ്ങൾ നശിക്കുന്നു. മുനിവര്യന്മാർ സാക്ഷാൽ പരമശിവനോട് തന്നെ സങ്കടം ബോധിപ്പിക്കുന്നു. എന്നാൽ ഉള്ളിലുള്ള അഹങ്കാരങ്ങൾ സമർപ്പിക്കുന്നതിന് ശേഷം മാത്രമേ താൻ പാശുപതാസ്ത്രവും മറ്റ് ഗ്രഹവും നൽകൂ എന്ന് പരമശിവൻ ശഠിക്കുന്നു. അതിൽ ഭഗവാൻ ഒരു കാട്ടാള വേഷധാരിയായും ശ്രീപാർവതി സ്ത്രീയായും അർജുനൻ തപസ് ചെയ്യുന്നിടത്തെത്തുന്നു. അർജുനൻ നേരെ പന്നിവേഷധാരിയായ മൂകാസുരൻ കൊല്ലുവാനായി പാഞ്ഞെടുക്കുന്നു. തന്റെ തപോബലത്താലെ തിരിച്ചറിയുന്ന അർജുനൻ അസ്ത്രമെടുത്ത് പന്നിക്ക് നേരെ തുടങ്ങുന്നു. ഈ അവസരം നല്ലതാണെന്ന് തിരിച്ചറിയുന്ന സാക്ഷാൽ പരമശിവൻ അസ്ത്രം തൊടുക്കുന്നു. പന്നി മരിച്ചു വീഴുന്നു. ഇത് തന്റെ അസ്ത്രമാണെന്ന കാട്ടാളന്റെ വാദവും അതല്ല ഇത് തന്റേതാണെന്ന അർജുനന്റെ വാദവും യുദ്ധത്തിൽ കലാശിക്കുന്നു. അവസാനം കേവലനായ ഒരു കാട്ടാളനായി മർദ്ദനമേറ്റ് അർജുനൻ നിലംപതിക്കുകയാണ്. ഇത് തന്റെ ദേവനായ സാക്ഷാൽ പരമശിവനാണെന്നും അദ്ദേഹം തന്നെ നേരിൽ കാണുകയും തനിക്ക് ഭക്തിപദാസ്ത്രവും മറ്റ് അനുഗ്രഹങ്ങളും നൽകുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നത് തിരിച്ചറിവ്. അർജുനൻ പരമശിവനോട് മാപ്പപേക്ഷിച്ച് പാശുപദാസ്ത്രവും മറ്റ് അനുഗ്രഹങ്ങളും കരസ്ഥമാക്കി തിരിച്ചു പോകുന്നു. ഇതാണ് അങ്ങനെ പരമശിവനിൽ നിന്നും പാശുപതാസ്ത്രവും മറ്റനുഗ്രഹങ്ങളും കരസ്ഥമാക്കി അർജുനൻ തിരിച്ചു പോയി. ഇതാണ് കിരാതം തുകൽ കഥയുടെ. എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു കിരാതം. ഉടവയറുമിയെന്നോരു സ്വരൂപം മുൻപിൽ ശിവനു ഇത് പിറന്നോരും ഓമരുണ്ണി ഗണേശ വർണ്ണിച്ചുള്ളോരും
വിരവിലൊടകിനോ തീർത്തു രക്ഷിച്ചു തവപദഗമനം സതതോ വീണാവാണിയിലാക്കി നാദമൃതോ കർണേ ചൊരിഞ്ഞിടുക ശാപവിലോചനി മനസ്സിലേക്കുള്ളോരും കേരളോ രംഗേ വിളങ്ങണമേ
ഇതൊരു കള്ളച്ചൂതുനെങ്കിൽ ജനജാതമതാകിന വൈരമൊഴിപ്പാൻ ഏതൊരു മാർഗം സമുചിതമെന്നായി ഏതൊരു മാർഗം സമുചിതമെന്ന് അവൻ ഏതൊരു മാർഗം സമുചിതമെന്ന് ഏതൊരു മാർഗം സമുചിതമെന്നായി ഏതതികിമപി വിചാരിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ വിധനതാകിന വേദവ്യാസൻ പരിതൊടു വന്നു പരമേശ്വരനോടു പരമേശ്വരനോടു വിശ്വാസത്തോടു വിശ്വാസത്തോടു ഈ ശത്രുജയത്തിനു വരവും വാങ്ങി സത്വരമിങ്ങ് ശത്രുജയത്തിനു വരവുമായി സത്വരമിങ്ങു വരണം സത്വരമിങ്ങു വരിക ജനത്തിരകൊണ്ടു പോ ഈ നിലകൊടുപോകൻ തരുണീ അവരവചനത്തെ കേട്ട വിജയൻ നിലകൊടുപോകൻ തരുണീ പരമജനത്തെ കേട്ടത് ഈ ഗുരുവന്ദനവും ഈ ഗുരുവന്ദനവും ചെയ്തു വരത്തിൽ ഗുരുവന്ദനവും ചെയ്തു കരത്തിൽ ഗുരുവന്ദനവും ചെയ്തു വരത്തിൽ തരമൂവിലുമെടുത്തു തിരിച്ചു ഗുരുവന്ദനവും ചെയ്തു കരത്തിൽ സരവുമെടുത്തു സരവമെടുത്തു ഗിരിജൻ ഭഗവാൻ വാണരുളുന്നൊരു ആ ഗിരിയുടെ മുകളിൽ ഗിരിജൻ ഭഗവാൻ വാണരുളുന്നു ഗിരിയുടെ മുകളിൽ ചെന്നുവരെ ആ ഗിരിയുടെ മുകളിൽ ആ ഗിരിയുടെ മുകളിൽ ചെന്നുവരെ സുരവരതടിനീതലിലെ മുഴുകി സുരവരതടിനീതലിലെ മുഴുകി സുരവരതടിനീതലിലെ മുഴുകി സുരവരതടിനീതലിലെ മുഴുകി കരതാമിന്നുടവസു തുടങ്ങി സുരവരതടിനീതലിലെ മുഴുകി തരസാമെന്നുടവസ്തു തുടങ്ങി പഞ്ചായുധരി മുതലുടെ നാമം പഞ്ചായുധരി മുതന്നുടെ നാമം പഞ്ചാക്ഷരമത് പഠനം പഞ്ചായുധരി മുതന്നുടെ നാമം പഞ്ചാക്ഷരമത് പഠനം ചെയ്തു പഞ്ചാക്ഷരമത് പഠനം ചെയ്തു പഞ്ചേന്ദ്രിയവും അടക്കി പഞ്ചേന്ദ്രിയവും അടക്കി വരഞ്ഞ സഞ്ചാരത്തിനു വഴിയുണ്ട് പഞ്ചേന്ദ്രിയവും അടക്കി വരഞ്ഞ് സഞ്ചാരത്തിന് വഴികൾ മുടങ്ങി ഇതിന് ഫലമൂലാദികൾ ഭക്ഷണമില്ലേ ഫലമൂലാദികൾ ഈ ഫലമൂലാദികൾ ഭക്ഷണമില്ല ഈ ഫലമൂലാദികൾ ഭക്ഷണമില്ല ഫലമൂലാദികൾ ഭക്ഷണമില്ല ജലപാനത്തിനൊരാഗ്രഹമുണ്ടോ ഫലമൂലാദികൾ ഭക്ഷണമില്ല ജലപാനത്തിനൊരാഗ്രഹമില്ല ഇത് ജലപാനം ജലപാനത്തിനൊരാഗ്രഹമില്ല ഇത് ജലപാനം ഈ ജലപാനത്തിനൊരാഗ്രഹമില്ല ഇത് ജലപാനത്തിനൊരാഗ്രഹം ജലപാനത്തിനൊരാഗ്രഹമില്ല ജലവിളവതിലൊരു കാലൂന്നിക്കൊള്ളൊരു ഇടമതിലൊരു കാലൂന്നിക്കൊണ്ടൊരു അവന്റെ നിലയും നിഷ്ഠയും എത്ര സുഘോരം ഇടമതിലൊരു കാൽ ഊന്നിക്കൊണ്ടൊരു നിലയും ഇട്ടയിടത്ത സുഘോരം മലരിപുതുതനുടെ ജടയുടെ നടുവിൽ പലരിപുതുതനുടെ ജടയുടെ നടുവിൽ പലരിപുതുതനുടെ ജടയുടെ നടുവിൽ പല പല ഭക്തികളൂടുകൾ കൂട്ടി പലരിപുതുതനുടെ ജടയുടെ നടുവിൽ പല പല ഭക്തികൾ കൂടുകൾ കൂട്ടി പല പല ഭക്തികൾ കൂടുകൾ
ചുറ്റുന്നതും അവൻ അറിയുന്നില്ല ചുറ്റുന്നതും അവൻ അറിയുന്നില്ല ചുറ്റുപാമ്പുകൾ വന്നു നിറഞ്ഞു ചുറ്റുപാമ്പുകൾ വന്നു നിറഞ്ഞു ചുറ്റുപാമ്പുകൾ വന്നു നിറഞ്ഞു ചുറ്റുപാമ്പുകൾ വന്നു നിറഞ്ഞു ചുറ്റുജിഷ്ടു മറഞ്ഞു ചമഞ്ഞു ചുറ്റുജിഷ്ടു മറഞ്ഞു ചമഞ്ഞു അത്ര ഭയങ്കരം നായകവതിരോ അത്ര ഭയങ്കരം നായകവതിരോ പാത്രമതാകിയ പാത്രങ്ങളുടെ അത്ര ഭയങ്കരമോ നായകവതിരോ പാത്രമതാകിയ പാത്രങ്ങളുടെ പാത്രമതാകിയ പാത്രങ്ങളുടെ ചില വാർത്തകൾ കേട്ടു ഈ വാർത്തകൾ കേട്ടത് വാസവനുള്ളിൽ വാർത്തകൾ കേട്ടത് വാസവനുള്ളിൽ ഒരു ഭീതി മുഴുത്തു തുടങ്ങി ഈ സ്വർഗമതേക്കമടക്കാമെന്നൊരു സ്വർഗമതേക്കമടക്കാമെന്നൊരു ദുർക്കരുടനോട് മകനോട് ഭർഗന വന്നു തപസ്സു തുടങ്ങി ഭർഗന വന്നു തപസ്സു തുടങ്ങി ദുർഗതിനിക്കാമെന്ന് ഉറച്ചു തങ്ങൾ വന്നു വണങ്ങുന്നവരുടെ സങ്കടം ഇവരുടെ സങ്കടമൊക്കെ ഒഴിക്കണമെന്നോ
ഈ ശിവനും പിന്നെ ദേവി എന്റെ തലയിൽ കേറ് ആ തലയിൽ കേറ് ഈ ശിവനും പിന്നെ ദേവി പോലും തലയിൽ കേറ്റാൻ അനുമതിയില്ല കുടിലതയുള്ളൊരു തന്ത്രക്കലയും കുടിലതയുള്ളൊരു തന്ത്രക്കലയും കുടിലതയുള്ളൊരു തന്ത്രക്കല കുടിയിൽ എടുത്തു നടക്കും ഇവരുടെ മുടിയിലെടുത്തു നടക്കുന്നില്ലേ കുടിയിലെടുത്തു നടക്കുന്നില്ലേ എന്നുടെ മകൻ നീ നമ്മുടെ മകനെന്നാകിലും ഇങ്ങനെ നമ്മുടെ മകനെന്നാകിലും ഇങ്ങനെ മര്യാദ പാലിച്ചാണ് നമ്മുടെ മകനെന്നാകിലും ഇങ്ങനെ മര്യാദ പാലിച്ചാൽ അത് സമ്മതമല്ല നമുക്കൊരു നാള് നമുക്കൊരു നാളും തന്ത്രിതമന്ത്രം ചെയ്തേ നീ സമ്മതമല്ല നമുക്കൊരു നാളും അത്ഭുതബന്ധം ചെയ്തേ അത്ഭുതബന്ധം ചെയ്തേ ഈ തള്ളക്കിട്ടൊരു തല്ല് ഈ തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോ തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്തു തടുക്കും സ്വന്തം പിള്ള ആ തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്തു നടുക്കേയുള്ളൂ തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്തു നടുക്കേയുള്ളൂ സ്വന്തം പിള്ളയെടുത്തു നടുക്കേയുള്ളൂ തന്നെ കാട്ടിയ നല്ല ജനം തന്നെ കാട്ടിയ വന്ന ജനത്തിന് എന്നുടലിനു പിറന്നവൻ തുടരീന്നു പിറന്നതുപോലെ എല്ലാ മക്കളെ വല്ല മക്കളിലില്ല മക്കളെ എല്ലാവർക്കും സമ്മതമല്ലോ എല്ലാ മക്കളിലില്ല മക്കളെ എല്ലാവർക്കും സമ്മതമല്ലോ എല്ലാവർക്കും സമ്മതമല്ലോ എല്ലാവർക്കും സമ്മതമല്ലോ എന്നോ മകത്തിൽ ഉറച്ചൂടനെ സുരയെന്നോ മകത്തിൽ ഉറച്ചൂടനെ സുര സുന്ദരിമാരെ വിളിച്ചു വരൂ വരുതേ സുന്ദരി സുരസുന്ദരിമാരെ വിളിച്ചു വരൂ വരുതേ സുരഗോല ആരോടിയിൽ ഉത്തമയ കാവ്യ ഉറങ്ങി സർവഗുണാംബുതി രംഭേ സർവഗുണ രംഭ